നമസ്കാരം, ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളത്തിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് സ്ഥാപിക്കുന്നത് നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലില്ലെന്ന് ഔദ്യോഗിക വിശദീകരണം. പാർലമെന്റിൽ ഉന്നയിക്കപ്പെട്ട ചോദ്യത്തിന് മറുപടിയായാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇക്കാര്യം സ്ഥിരീകരിച്ചത്. കേരളത്തിന് എയിംസ് അനുവദിക്കണമെന്നത് സംസ്ഥാനത്തിന്റെ ദീർഘകാലമായുള്ള ആവശ്യമാണ്. അടുത്ത കാലത്തെ സുരേഷ് ഗോപി അടക്കമുള്ള BJP നേതാക്കൾ എയിംസ് കേരളത്തിൽ ഉടൻ വരുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഈ അവകാശവാദം തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ മറുപടി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം എയിംസ് ഒരു പ്രധാന പ്രചാരണ വിഷയമായിരുന്നു. കേന്ദ്ര ബജറ്റിൽ എയിംസ് പ്രഖ്യാപിക്കപ്പെടുമെന്നായിരുന്നു പ്രതീക്ഷ. ഈ രീതിയിൽ ചില BJP നേതാക്കൾ പ്രതീക്ഷ വെച്ചു പുലർത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഒന്നും സംഭവിച്ചില്ല. എയിംസ് കിട്ടുമെന്ന പ്രതീക്ഷയിൽ കോഴിക്കോട് കിനാലൂരിൽ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാർ വേഗത്തിലാക്കിയിരുന്നു. എന്നാൽ പുതിയ എയിംസുകൾ അനുവദിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമൊന്നും എടുത്തിട്ടില്ലെന്നാണ് കേന്ദ്രം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. രാജ്യത്ത് ലോക്ക്ഡൌൺ ഉണ്ടാകില്ലെന്ന് വ്യക്തമാക്കി കേന്ദ്രം. കെട്ടുകഥകൾ വിശ്വസിക്കരുത്. ലോക്ക്ഡൌണിനുള്ള ഒരു സാഹചര്യവും ഇല്ലെന്നും അഭ്യൂഹങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും കേന്ദ്രം അറിയിച്ചു. രാജ്യത്ത് വീണ്ടും ലോക്ക്ഡൌൺ നടപ്പിലാക്കുന്നുവെന്ന വിധത്തിലുള്ള പ്രചരണങ്ങൾ വ്യാപകമായ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം. രാജ്യത്ത് എനർജി ലോക്ക്ഡൌൺ ഉണ്ടാകുമെന്നുള്ള വ്യാപകമായ പ്രചരണമാണ് ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് പാർലമെന്റിൽ പശ്ചിമേഷ്യൻ യുദ്ധവുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രി പ്രസ്താവന നടത്തിയതിന് പിന്നാലെയാണ് വ്യാജ പ്രചരണം ചില കേന്ദ്രങ്ങൾ അഴിച്ചുവിട്ടത്. ലോക്ക്ഡൌൺ കാലത്തെ പോലെ രാജ്യം ഒറ്റക്കെട്ടായി പ്രതിസന്ധിയെ തരണം ചെയ്യണമെന്ന് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തിരുന്നു. ഇതാണ് ചിലർ തെറ്റായി വ്യാഖ്യാനിച്ച് രാജ്യത്ത് ലോക്ക്ഡൌൺ ഉണ്ടാകുമെന്ന തരത്തിൽ പ്രചാരണം നടത്തിയത്. ഇതോടെ ആളുകൾ തെറ്റിദ്ധരിച്ച് ഇന്ധനം വാങ്ങാനും മറ്റുമായി പമ്പുകളിലേക്ക് ഇരച്ചെത്തിയത് പലയിടത്തും പ്രതിസന്ധി സൃഷ്ടിച്ചു. ഇതോടെയാണ് കേന്ദ്ര സർക്കാർ വിശദീകരണം പുറത്തിറക്കിയത്. പെട്രോൾ ഡീസൽ വിലവർധന നേരിടാൻ എക്സൈസ് തീരുവ വെട്ടിക്കുറച്ച് കേന്ദ്ര സർക്കാർ. പെട്രോളിന് ലിറ്ററിന് 13 നിന്ന് 3 രൂപയായും ഡീസൽ ലിറ്ററിന് 10 നിന്ന് 0 തീരുവ കുറച്ചു. എന്നാൽ ചില്ലറ വിൽപ്പനയിൽ വില കുറയാൻ സാധ്യതയില്ല. പശ്ചിമേഷ്യൻ യുദ്ധം കാരണം ഇന്ധനവില ഉയർന്ന സാഹചര്യത്തിൽ കമ്പനികൾക്ക് ആശ്വാസമാണ് നടപടി. കൂടുതൽ സ്വകാര്യ എണ്ണ കമ്പനികൾ ഇന്ധനവില കൂട്ടിയേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് അധിക എക്സൈസ് തീരുവ വെട്ടിക്കുറച്ചുകൊണ്ടുള്ള നടപടി. ഹോർമുസ് കടലിടുക്കിലെ പ്രതിസന്ധിയെ തുടർന്ന് ഇന്ധനവില വൻതോതിൽ വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ചില ഇന്ധന കമ്പനികൾ പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിക്കുകയും മറ്റു ചില കമ്പനികൾ വില വർധനവിന് തയ്യാറെടുക്കുകയും ചെയ്യുന്നതിനിടെയാണ് പ്രതിസന്ധി നേരിടാൻ സർക്കാർ നടപടിയെടുത്തത്. കഴിഞ്ഞ ദിവസം നയാര കമ്പനി പെട്രോൾ ഡീസൽ വില കൂട്ടിയിരുന്നു. പെട്രോളിന് 5.3 രൂപയും ഡീസലിന് 3 രൂപയുമാണ് വർദ്ധിപ്പിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ഇന്ധന റീറ്റെയിലറാണ് നയാര. ഹോർമുസ് കടലിടുക്കിലെ പ്രതിസന്ധിയിൽ കുടുങ്ങിയ ജഗ് വസന്ത് എന്ന കപ്പൽ പാചകവാതകവുമായി ഗുജറാത്ത് തീരത്തെത്തി. കപ്പലിൽ 47,600 മെട്രിക് ടൺ LPG ഉണ്ടെന്നും ഇതോടെ രാജ്യത്തെ പാചകവാതക ക്ഷാമത്തിന് പരിഹാരമാകുമെന്നും അധികൃതർ പറഞ്ഞു. ഗുജറാത്ത് തീരത്ത് നങ്കൂരം വിട്ടിരിക്കുന്ന കപ്പലിൽ നിന്ന് LPG മാറ്റുന്ന മിഡ് സീ ട്രാൻസ്ഫർ നടപടികൾ ഇന്ന് ആരംഭിക്കും. യുദ്ധം മൂലം ആഴ്ചകളോളം ഹോർമുസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടന്ന കപ്പൽ നാവികസേനയുടെ സഹായത്തോടെയാണ് ഗുജറാത്തിലെത്തിയത്. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ചാർട്ടർ ചെയ്ത ഈ കപ്പൽ ഫെബ്രുവരി 28-ന് യുദ്ധം തുടങ്ങുന്നതിന് തൊട്ട് മുൻപാണ് കുവൈറ്റിൽ നിന്ന് ചരക്ക് കയറ്റിയത്. എന്നാൽ ഹോർമുസ് കടലിടുക്ക് അടച്ചതോടെ കപ്പൽ അവിടെ കുടുങ്ങുകയായിരുന്നു. ഇറാനുമായി നടത്തിയ ചർച്ചകൾക്ക് പിന്നാലെയാണ് കപ്പലിന് കടന്നുപോകാൻ അനുമതി ലഭിച്ചത്. ജഗ് വസന്തിനൊപ്പം പുറപ്പെട്ട പൈൻ ഗ്യാസ് എന്ന മറ്റൊരു കപ്പൽ ഇന്ന് മംഗളൂരു തുറമുഖത്ത് എത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട്. യുദ്ധം തുടങ്ങിയ ശേഷം ഗൾഫിൽ 22 ഇന്ത്യൻ കപ്പലുകളാണ് കുടുങ്ങിയത്. പശ്ചിമേഷ്യയിൽ യുദ്ധം മുറുകുന്നതിനിടെ മേഖലയിലേക്ക് 10,000 കരസേനാംഗങ്ങളെ കൂടി അയക്കാനൊരുങ്ങിയ അമേരിക്ക. നിലവിലെ സ്ഥിതിഗതികൾ പെന്റഗൺ വിലയിരുത്തുകയാണെന്നും കരസേനയെ അയക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതേസമയം നയതന്ത്ര ചർച്ചകൾക്കായി കൂടുതൽ സമയം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഇറാന് നൽകിയിരുന്ന സമയപരിധി ഏപ്രിൽ 6 വരെ നീട്ടിയതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. 1 മാസമായി തുടരുന്ന യുദ്ധം ആഗോള ഊർജ്ജ വിതരണത്തെ ബാധിച്ച സാഹചര്യത്തിലാണ് ഇറാൻ ചർച്ചയ്ക്ക് സമയം നീട്ടി ചോദിച്ചതെന്ന് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് വ്യക്തമാക്കി. തങ്ങൾക്ക് കുറച്ചുകൂടി സമയം വേണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഇറാന്റെ ഊർജ്ജ സ്രോതസ്സുകൾ തകർക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇറാനിലെ ഖോം നഗരത്തിൽ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തിയ ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടു. ഇറാനിയൻ വാർത്താ ഏജൻസിയാണ് ആക്രമണം റിപ്പോർട്ട് ചെയ്തത്. സ്ഫോടനങ്ങളിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. മേഖലയിൽ ആക്രമണം ശക്തമായെന്നാണ് വിവരം. ഇതിനിടെ ഇസ്രായേലിലെ വിവിധ കേന്ദ്രങ്ങൾക്കും ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്കും നേരെ കനത്ത മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി ഇറാൻ. UAE, ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ എന്നിവിടങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. ദീർഘദൂര മിസൈലുകളും മാരക പ്രഹരശേഷിയുള്ള ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു ഇറാന്റെ ആക്രമണം. വിജയ സാധ്യതയുള്ള സീറ്റുകൾ ലഭിക്കാത്തതിനാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് തമിഴ്നാട് മുൻ BJP അധ്യക്ഷൻ അണ്ണാമലൈ. ഇത് സംബന്ധിച്ച് കേന്ദ്ര നേതൃത്വത്തെ അദ്ദേഹം നിലപാട് അറിയിച്ചു. ഗൗണ്ടംപാളയം, സിംഗനല്ലൂർ, അറവാക്കുറിച്ചി സീറ്റുകളിൽ മത്സരിക്കാനുള്ള താല്പര്യം അദ്ദേഹം പാർട്ടി അറിയിച്ചിരുന്നു. എന്നാൽ ഈ സീറ്റുകളിൽ DMK ആണ് മത്സരിക്കുന്നത്. ഇതോടെ മത്സരിക്കാനില്ലെന്ന് വ്യക്തമാക്കി അദ്ദേഹം BJP നേതൃത്വത്തിന് കത്തയച്ചു. അണ്ണാമലൈ പ്രചാരണത്തിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നും സൂചനയുണ്ട്. സംസ്ഥാന അധ്യക്ഷൻ നയിനാർ നാഗേന്ദ്രനും മഹിളാ മോർച്ച ദേശീയ അധ്യക്ഷ വാനതി ശ്രീനിവാസനും കഴിഞ്ഞ തവണ
തവണ മത്സരിച്ച സീറ്റുകളിൽ ഇത്തവണ അണ്ണാ-DMK സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. ചെന്നൈയിലെ 16 മണ്ഡലങ്ങളിൽ 1 മാത്രമാണ് BJPക്ക് ലഭിച്ചത്. ഇതിൽ പല മുതിർന്ന നേതാക്കൾക്കും അതൃപ്തിയുണ്ട്. പ്രശസ്ത സോപാന സംഗീത കലാകാരൻ ഞെരളത്ത് ഹരിഗോവിന്ദൻ മുസ്ലിം ലീഗിൽ ചേർന്നു. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അംഗത്വം നൽകി അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. വിശ്വമാനവികത ഉയർത്തിപ്പിടിക്കുന്ന ആളാണ് പാണക്കാട് സാദിഖ് അലി തങ്ങളെന്നും ആ വിശ്വമാനവികതയിൽ വിശ്വസിച്ചാണ് ലീഗിലേക്ക് വന്നത്. ഇനി UDFന്റെ പ്രചാരണ വേദികളിൽ സജീവമാകുമെന്നും ഹരിഗോവിന്ദൻ പ്രതികരിച്ചു. ക്ഷേത്ര ആചാര സംഗീതം മാത്രമായിരുന്ന സോപാന സംഗീതത്തെ ആദ്യമായി ക്ഷേത്രത്തിന് പുറത്തെത്തിച്ച് ജനകീയമാക്കിയ ഞെരളത്ത് രാമപൊതുവാളുടെ മകനാണ് ഞെരളത്ത് ഹരിഗോവിന്ദൻ. രാജ്യത്തിനകത്തും പുറത്തുമായി ഏകദേശം 5000-ഓളം വേദികളിൽ ഇദ്ദേഹം സോപാന സംഗീതം അവതരിപ്പിച്ചിട്ടുണ്ട്. ഗുരുവായൂരിലെ NDA സ്ഥാനാർത്ഥി B. ഗോപാലകൃഷ്ണന്റെ വിദ്വേഷ പരാമർശത്തിൽ എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്ന് ഹൈക്കോടതി. നടപടി ആരംഭിച്ചെന്നും വീഡിയോ പൂർണ്ണമായും നീക്കം ചെയ്തെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയിൽ അറിയിച്ചു. 2 മാസത്തിനകം കേസിൽ നടപടി സ്വീകരിക്കാൻ കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകി. ഗുരുവായൂരിൽ കഴിഞ്ഞ 50 വർഷമായി ഒരു ഹിന്ദു MLA ഉണ്ടായിട്ടില്ല എന്ന വിദ്വേഷ പരാമർശത്തിൽ KSU ജില്ലാ പ്രസിഡന്റ് ഗോകുലാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണിത്. B. ഗോപാലകൃഷ്ണനെ അയോഗ്യനാക്കണം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനുള്ള നിർദ്ദേശം നൽകണം എന്നീ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഹർജി പരിഗണിക്കവേ പരാമർശം ആശ്ചര്യപ്പെടുത്തിയെന്നും എന്തിനാണ് മാതൃകാ പെരുമാറ്റച്ചട്ടമെന്നും കോടതി വിമർശിച്ചു. വ്യക്തിത്വ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നടൻ മോഹൻലാൽ സമർപ്പിച്ച ഹർജിയിൽ ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവിറക്കി. താരം സമർപ്പിച്ച ലിങ്കുകൾ നീക്കം ചെയ്യാൻ കോടതി നിർദ്ദേശം നൽകി. മെറ്റയടക്കം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളെ എതിർകക്ഷികളാക്കിയായിരുന്നു താരത്തിന്റെ ഹർജി. അതേസമയം ഹർജിയെ മെറ്റ എതിർത്തിരുന്നു. മോഹൻലാൽ കേരളത്തിൽ നിന്നുള്ള വ്യക്തിയാണെന്നും ഡൽഹി ഹൈക്കോടതിയുടെ അധികാര പരിധിയിൽ വരുന്ന വിഷയമല്ലെന്നുമാണ് മെറ്റ വാദിച്ചത്. വ്യക്തി അവകാശത്തെ ലംഘിച്ച ലിങ്കുകൾ മാറ്റിയതിൽ റിപ്പോർട്ട് നൽകാൻ എതിർകക്ഷികൾക്ക് കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കേസ് ജൂലൈ 4-ന് വീണ്ടും പരിഗണിക്കും. നേരത്തെ അഭിനേതാക്കളും കായിക താരങ്ങളും ഉൾപ്പെടെ നിരവധി പേർ ഇതേ ആവശ്യവുമായി കോടതിയെ സമീപിച്ചിരുന്നു. അമിതാഭ് ബച്ചൻ, രജനീകാന്ത് എന്നിവർക്ക് അനുകൂല ഉത്തരവും കോടതിയിൽ നിന്ന് ലഭിച്ചിരുന്നു. ഇതോടുകൂടി പ്രധാന വാർത്തകൾ അവസാനിച്ചു. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.